എന്റെ കണ്ണ് എന്റെ അധികാരത്തിലല്ല. അതുകൊണ്ടാണ് കണ്ണട ഇല്ലാതെ എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്റെ അധികാരത്തിലാണെങ്കിൽ കണ്ണട ഇല്ലാതെ ഞാൻ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ കണ്ണ്, എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ രോമം. എന്റെ രോമം എന്റെ അധികാരത്തിലാണെങ്കിൽ അതിങ്ങനെ വെളുക്കാൻ ഞാൻ വിടൂലായിരുന്നു. പക്ഷേ അതേ എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ രോമം. എന്റെ ശരീരത്തിലെ എന്താണ് എന്റെ അധികാരത്തിലുള്ളത്? ഒന്നും എന്റെ അധികാരത്തിലല്ല. എന്റെ ശരീരത്തെ കുറിച്ച് തന്നെ എനിക്ക് വിവരവും ഇല്ല. എന്നോട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട്, എനിക്കതിന്റെ എണ്ണം പറയാൻ കഴിയില്ല. സുമാറ് പോലും പറയാൻ കഴിയില്ല. പോകട്ടെ, തലയിലേത് പോകട്ടെ, മീശമ്മൽ എത്ര രോമമുണ്ട് അത് ചോദിച്ചാലും പറയാൻ കഴിയില്ല. എന്റെ ശരീരത്തെ കുറിച്ച് എന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. നാളെ ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും? എനിക്ക് ഉറപ്പിച്ചൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഇന്നലെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച ആള് ഇന്ന് മരണപ്പെട്ടു പോയില്ലേ? ഖബറിൽ കിടക്കുന്നില്ലേ? ഇന്നലെ രാത്രിയിൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയവൻ പിറ്റേന്ന് നേരം വെളുത്തപ്പോ അടുത്ത രാത്രിയാകുമ്പോൾ ഖബറിൽ ഒറ്റക്ക് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? സുഹൃത്തുക്കളെ, അറിവില്ല, അധികാരമില്ല, നമുക്കൊന്നുമില്ല. എല്ലാമുള്ളവൻ അല്ലാഹുവാണ്. അവൻ അധികാരമുണ്ട്, അവൻ അറിവുണ്ട്, അവനെല്ലാമുണ്ട്, എല്ലാറ്റിനും കഴിവുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥത്തിലുള്ളവൻ. മറ്റുള്ളവരെല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായവർ മാത്രമാണ്. അവൻ കൊടുക്കുന്നത് മാത്രം കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നവരാണ്. സ്വന്തത്തിൽ ആർക്കും ഒന്നുമില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് എന്ത് ബഹുമാനം നൽകിയോ അത് അംഗീകരിക്കൽ അല്ലാഹുവിന്റെ അടിമകളുടെ കടപ്പാടാണ്. അതേ ഏറ്റവും വലിയ സ്ഥാനം നൽകപ്പെട്ടവർ അവന്റെ ഹബീബായ അഫ്ദലുൽ ഖൽഖ് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിതങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. കാരണം പടച്ചവന്റെ അടിമയായ ഞാൻ ഒരിക്കലും തന്നെ അല്ലാഹു ഹബീബായി തെരഞ്ഞെടുത്ത ഹബീബ് നബിതങ്ങൾക്ക് റബ്ബ് കൊടുത്ത സ്ഥാനം വകവെച്ചു കൊടുക്കാതിരുന്നാൽ ഞാനൊരിക്കലും അല്ലാഹുവിനെ സ്നേഹിച്ചവനാകൂല, അംഗീകരിച്ചവനാകൂല, വിശ്വസിച്ചവനാകൂല. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ഓ സുഹൃത്തുക്കളെ, അവിടുന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ അവന് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അവന് വീട് കിട്ടിക്കഴിഞ്ഞു. പള്ളി നിർമ്മാണം അത്രയും വലിയ പുണ്യമുള്ള അമലാണ്. പൂർണ്ണമായി കഴിയില്ലെങ്കിൽ കഴിയും പോലെ അതിൽ പങ്കുചേരുന്നത് അത് വലിയ പുണ്യമുള്ള അമലാണ്. കാരണം പള്ളിയുടെ ലക്ഷ്യമെന്താണ്? അത് പടച്ചവനെ ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ്. അതിനാൽ പള്ളിയിലേക്ക് കടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കടക്കണം. അത് സുന്നത്താണ്. പോരാ, കഴിയുമെങ്കിൽ ഒതു എടുത്തിട്ടാണ് കടക്കേണ്ടത്. ബിസ്മി ചൊല്ലിയപ്പോൾ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചല്ലോ.
അല്ലാഹുവിന്റെ പേര് എവിടെ ഉച്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവന്റെ ഹബീബിന്റെ പേരും പറയണമല്ലോ. അതിനാൽ പള്ളിയിലേക്ക് വലത്തേക്കാൽ എടുത്തു വെച്ച് കയറുമ്പോ ബിസ്മി ചൊല്ലുന്നതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം. ബറക്കത്തിനും കൂടി ചോദിച്ചാൽ കൂടുതൽ പുണ്യമായി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ കുടുംബത്തെയും കൂടി കൂട്ടുക എന്നത് പ്രത്യേകം പുണ്യമാണ്. അത് അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാതെ അവിടുത്തോടുള്ള സ്നേഹം ഒരിക്കലും പൂർണ്ണമാവൂല, ശരിയാവൂല. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകുമു മിൻ അളീമിൽ ഖദ്രി അന്നകുമു മൻ ലം യുസല്ലി അലൈക്കും ലാ സലാത ലഹു. ഓ നബിയുടെ കുടുംബമേ, നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരം പൂർണ്ണമാവില്ല. നിങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമായി ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അഹ്ലു ബൈത്തിനോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമാണ്. അക്കാരണത്താൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുന്നിയല്ല എന്ന് പറഞ്ഞ പുത്തൻവാദികൾ ഉണ്ട്, പിഴച്ചവരുണ്ട്. അത് കഴിഞ്ഞു പോയ പല മഹാന്മാർക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റാഫിളത്താണ് എന്ന് പറഞ്ഞു. റാഫിളത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് തുഹഫ ഓതി കൊടുക്കുമ്പോൾ നിക്കാഹിന് തൗഖീത്ത് പാടില്ല. അതായത് നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഒരു മാസത്തേക്ക് ഞാൻ നിക്കാഹ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു അവസരം നിശ്ചയിച്ചു കൊണ്ടുള്ള നിക്കാഹ് പാടില്ല, അത് ശരിയാവില്ല. അങ്ങനെ തൗഖീത്ത് പാടില്ല, സമയം നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ വിശദമായി ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുതഅത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്ത് ഒരു നിക്കാഹ് അനുവദിച്ചിരുന്നു തൽക്കാലത്തേക്ക്. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. പിന്നെ അല്പ ദിവസം പിന്നെയും അനുവദിച്ചു. വീണ്ടും അവസാനത്തിൽ അത് എന്നേക്കുമായി വിരോധിച്ചു. അങ്ങനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസുൽ ഇലാ യൗമിൽ ഖിയാമ വിരോധിച്ചു. പക്ഷേ അതിനെ എല്ലാ ഇമാമിങ്ങളും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെ ഒരു തൽക്കാല നിക്കാഹ് പറ്റൂല എന്ന് കൃത്യമായി പഠിപ്പിച്ചപ്പോൾ, ഇമാമിങ്ങൾ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞപ്പോൾ, റാഫിളത്ത് എന്ന് പറയുന്ന ടീം, റാഫിളത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിക്കുന്നവരാണ്. പടച്ചവനൊരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അനാവശ്യം പലതും പറഞ്ഞവരാണ്. അതേപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. എന്നാൽ അലി ഇബ്നു അബീ താലിബിനെ അമിതമായി ബഹുമാനിച്ചവരുമാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങളെ മാത്രം അമിതമായി ബഹുമാനിക്കുന്നു, മറ്റുള്ള സഹാബത്തിനെ മുഴുവനും ഇകഴ്ത്തി പറയുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ ആ അസുഖം ഇല്ലായിരുന്നു. ഇപ്പോൾ ചില സർക്കാർ അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ ഇറങ്ങിയിട്ട് സഹാബത്തിനെ നിന്ദിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു മുസ്ലിമും പെട്ടുപോകരുത് കേട്ടോ. അദ്ദേഹത്തിന്റെ തമിഴിലുള്ള അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ അവിടെ തമിഴ്നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അയച്ചു തന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ അത് വെച്ചിങ്ങനെ ആലിമീങ്ങൾ കേൾപ്പിക്കപ്പെടുകയും ആലിമീങ്ങൾ അത് കേട്ടപ്പോൾ ഈ സർക്കാർ തരീഖത്ത് എന്ന പേരിൽ, സർക്കാർ എന്ന് പറഞ്ഞ ബാപ്പ എന്നുള്ള പേരിൽ കേരളത്തിൽ വന്ന് സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിയുമായി ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. ഞാനത് പറഞ്ഞു വരുന്നത്, ഇത്തരം വിഷയങ്ങൾ ചിലപ്പോൾ സാധാരണക്കാർ അറിയില്ല. അത്തരത്തിലുള്ള
ഒന്നിലും പെട്ടുപോയിട്ട് ഈമാൻ നശിപ്പിക്കണ്ട കേട്ടോ. അവരുടെ വാദം സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു അതൊരു കേവലം സഹാബി അല്ല കേട്ടോ, നബി തങ്ങളുടെ അളിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനായ മുആവിയ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഒരുപാട് കിതാബുകളിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള എത്ര റിപ്പോർട്ടുകളാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുൻകാലത്തുള്ള മുൻഗാമികളായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും മുആവിയ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം കൽപ്പിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുള്ള സഹാബികൾ ഉന്നതമായ സ്ഥാനം കൽപ്പിച്ചു. ആ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞ് ബിരുദമെടുത്ത ചില ചെറുപ്പക്കാർ അതേ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഇതെന്തൊരു ആഖിർസമാനാണെന്ന് ചിന്തിച്ചു പോയി. മഹാന്മാരായ ഇമാമിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ആ വിഷയം പറയാൻ വേണ്ടി തന്നെ പ്രത്യേകം കിതാബുണ്ട് കേട്ടോ. അതേപോലെ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന് അതേ നിങ്ങൾക്ക് കാണാം അൽ-അസാലിബുൽ ബദിഅ ഫീ ഫളി സ്വഹാബത്തി വ ഇഖ്നാഇ ശിഅ എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ട്. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ ശിയാക്കളുടെ വാദത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് എഴുതിയ കിതാബുകളുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം അലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഖത്ലായ വഖത്ല മുആവിയ ഫിൽ ജന്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തവരുണ്ട്, അതിൽ കൊല്ലപ്പെട്ടവരുണ്ട്. എന്റെ പക്ഷം നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവരുമുണ്ട്. രണ്ട് കൂട്ടരും സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എടുത്തുദ്ധരിച്ചതായി കാണാം. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ മഹത്വം എത്രയോ പറയാനുണ്ട്, ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള പിഴച്ച വാദക്കാരായ കക്ഷികളാണ് റാഫിളത്ത്. ആ റാഫിളത്ത് സഹാബത്തിനെ ചീത്ത പറയുന്നവരാണ്. ആ റാഫിളത്തിന്റെ ഒരു വാദമാണ് എന്ത്, കുറച്ച് ദിവസത്തേക്ക് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന്, മുതഅത്തിന്റെ നിക്കാഹ് എന്ന് പറയുന്ന നിക്കാഹ് ഉണ്ടെന്ന്, അത് റാഫിളത്തിന്റെ വാദമാണെന്ന് എല്ലാ ഇമാമികളും രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ അവരുടെ പിഴവുമായി ലോകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവരവരുടെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിലൊന്നും തന്നെ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുലൂക്കാണ്. പടച്ച റബ്ബ് രാജാതിരാജനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കേരളത്തിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മാലിക്കുൽ മുലൂക്ക് എന്ന് പറയുന്നതിന് പകരം മടവൂർ ശൈഖ് മാലിക്കുൽ മുലൂക്കാണ്. അതുപോലെ തന്നെ അർശിന്റെ അധിപനാണ്, പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നവനുണ്ടല്ലോ. എന്തൊരു ആഖിർസമാനാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. SSFന്റെ പ്രവർത്തനം, SYSന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, നമ്മുടെ സമസ്തയുടെ പ്രവർത്തനം, അതെല്ലാം കൂടുതൽ ഊർജിതപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ വിശ്വാസം കുഫറിന് പകരം, ബിദ്അത്തിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാൻ അതീ തീവ്രമായ ശ്രമം ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതുപോലെ സഹാബത്തിന് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അഹ്ലു ബൈത്തിന് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. പക്ഷേ അഹ്ലു ബൈത്തിനെ നന്നായി ഇമാം ശാഫിഈ തങ്ങൾ ബഹുമാനിച്ചപ്പോൾ, സ്നേഹിച്ചപ്പോൾ ഒരു കൂട്ടര് പറഞ്ഞു ഇമാം ശാഫിഈ സുന്നിയല്ല, അദ്ദേഹം റാഫിളാക്കൾ
പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇമാം ശാഫിഈ തങ്ങൾ ചൊല്ലിയത് ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി ത്ഖലാനി അന്നി റാഫിദി. നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് പുത്തൻവാദമായ റാഫിദത്തിന്റെ വാദമാണെന്ന് പറഞ്ഞ് എന്നാരെങ്കിലും റാഫിദിയായി ഉത്തരവുത്തുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നബി തങ്ങളോടുള്ള സ്നേഹത്തിലും അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹത്തിലും ഒരു കുറവും ഞാൻ വരുത്തൂല. നിങ്ങൾ എന്നെ റാഫിദിയാണെന്ന് പറഞ്ഞ് സുന്നിയല്ലെന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കോളൂ, അതിനെനിക്കൊരു പ്രശ്നവുമില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവര് ഉള്ള ഹഖ് ഹഖായി തുറന്നു പറയും. അവിടെ ആരെയും ഭയപ്പെട്ട് ഒന്നും പറയാതെ അവർ മുന്നോട്ട് പോവില്ല. ഇരിക്കട്ടെ, അപ്പൊ അല്ലാഹുവിന്റെ അടിമകളായ നാം അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ വെച്ച് വിളിക്കുമ്പോൾ അല്ലാഹു വലിയവനാ, അതാവർത്തിച്ച് പറയുകയാണ്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ് എന്നർത്ഥം വരുന്ന അല്ലാഹു അക്ബർ. അത് അല്ലാഹു അക്ബർ എന്ന് എന്നെ പറയണം കേട്ടോ. അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞാൽ പോരാ. കുത്തുബ മലയാളത്തിലാക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരിനി ബാങ്ക് കൊടുക്കുമ്പോൾ മൈക്കും മുമ്പിൽ വെച്ച് അല്ലാഹു വലിയവനാണോ എന്ന് വിളിച്ചു പറയണ്ട, അതുകൊണ്ട് ബാങ്കാവൂല. അത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച് അതേപോലെ ചെയ്യണം. നിസ്കാരവും അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. എടാ അല്ലാഹു വലിയവനാണെന്ന് നിസ്കാരം ശരിയാവില്ല. ഇതേപോലെ ഖുതുബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരും നിർവഹിച്ചതുപോലെ അറബിയിൽ തന്നെ നിർവഹിക്കണം, അല്ലെങ്കിൽ ഖുതുബയാവില്ല. അങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് അർത്ഥം വരുന്ന ആ മഹത്തായ വചനം വിളിച്ചു പറഞ്ഞ് അവസാനം ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്നർത്ഥം വരുന്ന ബാങ്ക് കേൾക്കുമ്പോ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളുകൾ പള്ളി ഉദ്ഘാടനത്തിനൊക്കെ വളരെ ജോറാണ്, സുബഹിക്ക് പള്ളിയിൽ വരുന്നില്ല. അങ്ങനെയാകല്ലേ ചെറുപ്പക്കാരാ, നീ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വരൂ. നീ ആ ജമാഅത്തിന് പങ്കെടുത്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, 70 ഇരട്ടിയിലധികം പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. 27 ഇരട്ടി ഇതൊക്കെ ഹദീസിൽ വന്നതൊക്കെ പഠിച്ച ആളാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. അവിടുന്നാണ് പറയുന്നത് 70-ലധികം ഇരട്ടി പ്രതിഫലമോത്തോളം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ലഭിക്കും. സുബ്ഹാനല്ലാഹ്, 1 ഉറുപ്പിയക്ക് പകരം 70 കിട്ടുമെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് ഒഴിവാക്കുമോ? എന്നാൽ ഈ ജമാഅത്തിന്റെ മഹത്വത്തെ കുറിച്ച് പലരും ശ്രദ്ധരല്ല. കൃത്യമായി പള്ളിയിൽ ജമാഅത്തിനെത്താൻ നോക്കണം. പ്രത്യേകിച്ച് സുബ്ഹിന്റെ സമയത്ത് തിരക്കില്ല, ജോലിയില്ല, എല്ലാവർക്കും വരാൻ പറ്റുന്നതല്ലേ സുബ്ഹിന്റെ സമയം. ഏറ്റവും മഹത്വമുള്ള ജമാഅത്ത് അത് സുബ്ഹിന്റെ ജമാഅത്താണ് കേട്ടോ. സുബ്ഹിന്റെ ജമാഅത്തും ഇശാഇന്റെ ജമാഅത്തുമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത്.